നമസ്കാരം. ട്രാൻസ് വുമൺ ദീപ്തി കല്യാണിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ യൂട്യൂബർ SR ധന്യക്കെതിരെ കേസ് വന്നു. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിലാണ് ദീപ്തി കല്യാണിക്കെതിരെ ധന്യ അധിക്ഷേപ പരാമർശം നടത്തുന്നത്. ഒരു സുഹൃത്തിനൊപ്പം ഡ്രസ് മാറുന്നത് ചൂണ്ടിക്കാട്ടി ദീപ്തി കല്യാണിയുടെ ഒരു പ്രതികരണം വൈറലായിരുന്നു. ഈ പ്രതികരണത്തെ അധിക്ഷേപിച്ചാണ് ഹെലൻ ഓഫ് സ്പാർട്ടയിൽ ധന്യ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്. ഈ അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെ ദീപ്തി കല്യാണി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് സൈബർ പോലീസാണ് ധന്യക്കെതിരെ കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ 6 വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതോടെ ധന്യ ശരിക്കും കുരുക്കിലായിരിക്കുകയാണ്. വളരെ മോശം ഭാഷയിലാണ് വീഡിയോയിലുടനീളം ധന്യ സംസാരിക്കുന്നത്. നേരത്തെ ജാസി എന്ന ട്രാൻസ് വ്യക്തിക്കെതിരെയും ധന്യ സമാനമായ രീതിയിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ദീപ്തി കല്യാണി ഈ പ്രശ്നത്തിൽ പരാതി നൽകിയതോടെയാണ് ധന്യയ്ക്ക് കുരുക്കുമുറുകിയത്. വിവാദങ്ങളിലൂടെയാണ് ധന്യയുടെ യാത്ര. സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നവരുടെ വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ ധന്യ ഹെലൻ ഓഫ് സ്പാർട്ടയിൽ പലപ്പോഴും ചർച്ചയാക്കാറുണ്ട്. ദീപ്തി കല്യാണിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിനു ശേഷം ഹെലൻ ഓഫ് സ്പാർട്ടയിൽ വീഡിയോ പിന്നെ ധന്യ പോസ്റ്റ് ചെയ്തിട്ടില്ല. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ധന്യക്കെതിരെ കാസർഗോഡ് പോലീസ് ഈ അടുത്ത് കേസെടുത്തിരുന്നു. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഈ സംഭവം. അണങ്കൂരിൽ ദേശീയപാതയിൽ പുലർച്ചെ 2 മണിയോടെയാണ് ധന്യ പിടിക്കപ്പെട്ടത്. അപകടകരമായ രീതിയിൽ നിർത്തിയിട്ട കാർ പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ ധന്യ കാർ ഓടിച്ചു പോകുകയായിരുന്നു. പിന്നീട് മംഗൽപാടി ബന്ദിയോട് ഭഗവതി നഗർ വെച്ച് കാർ പോലീസ് വീണ്ടും പരിശോധിച്ചു. അപ്പോഴാണ് ധന്യ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് തിരിച്ചറിയുന്നത്. തുടർന്ന് വാഹനം എടുത്തു. മദ്യപിച്ച് അശ്രദ്ധമായി മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ വാഹനം ഓടിച്ചതിന് ധന്യയ്ക്ക് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. ധന്യയുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ 2 മാസത്തിനു ശേഷം ധന്യക്കെതിരെ മറ്റൊരു കേസ് കൂടി വന്നിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസ് ആയതിനാൽ പെട്ടെന്ന് ഊരിപ്പോരുക ധന്യയ്ക്ക് എളുപ്പവുമല്ല.